പ്രിയമുള്ളവരെ, ഞാൻ ജി കെ മേഘന ടിപ്സ് എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഫേസ്ബുക്കിൽ എങ്ങനെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. നമുക്കതിലേക്ക് കടക്കാം. ഫേസ്ബുക്കിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ മൂന്നാമതായി കാണുന്ന ഗ്രൂപ്പ്സ് എന്നതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു വിൻഡോയാണ് ഓപ്പൺ ആയി വരുന്നത്. അതിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന യുവർ ഫീഡ്സ് എന്നതിൽ ജസ്റ്റ് ക്ലിക്ക് ആണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ട് നിൽക്കുന്നത്. അതിൽ റീസെൻ്റ്ലി ആക്ടിവിറ്റി എന്നുള്ള നമുക്ക് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ ആഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിലെ അവർ മെസ്സേജസ് ഒക്കെ അയച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണുന്നത്. പല പല വ്യത്യസ്തമായിട്ടുള്ള ഗ്രൂപ്പുകളിൽ നമ്മൾ അംഗമായിട്ടുണ്ട്. ആ അംഗമായിട്ടുള്ള ഗ്രൂപ്പുകളിലെ ഓരോരുത്തരെ ഓരോ പരസ്യങ്ങളും അതുപോലെ മെസ്സേജസും അയച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇതിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് കാണിക്കുന്നത് ഡിസ്കവർ എന്നുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പീപ്പിൾ നിയർ യു, നിങ്ങളുടെ അടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ പേജിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന പീപ്പിളുകൾ, നമ്മൾ ഓൾറെഡി സജഷൻസ് കൊടുത്തിട്ടുള്ള ആ സജഷൻസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഗ്രൂപ്പുകളായിട്ടാണ് ഇതിൽ കിടക്കുന്നത്. അതിൽ ഇതാ മൊത്ത വ്യാപാരം എന്നുള്ള ഗ്രൂപ്പ് ഉണ്ട്, കേരള ലോട്ടറി ന്യൂസ്, അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഗ്രൂപ്പുകൾ ഇതിൽ കാണാം. ഇതിൽ നമുക്ക് താല്പര്യമുള്ള ഗ്രൂപ്പുകൾ വേണമെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാം. ഇതിൽ ചില ഗ്രൂപ്പുകൾ പബ്ലിക് ആവും, ചില ഗ്രൂപ്പുകൾ പ്രൈവറ്റ് ആവും. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ആഡ് ആയിട്ടുള്ള നമ്മൾ മാനേജ് ചെയ്യുന്ന ഗ്രൂപ്പുകളുടെ ഗ്രൂപ്പ്, ഈ മുകളിൽ രണ്ടെണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഗ്രൂപ്പുകളാണ്. അടിയിൽ കാണുന്നത് നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകളാണ്. ഇത്രയും ഗ്രൂപ്പുകൾ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഈ പ്ലസ്സിൽ ക്രിയേറ്റ് ന്യൂ ഗ്രൂപ്പ് എന്നതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഗ്രൂപ്പ് നെയിം എന്നുള്ളതാണ്. ഗ്രൂപ്പ് നെയിമിന് ഒരു പേര് കൊടുക്കുക. ഞാൻ കൊടുക്കുന്നത് ജി കെ മേഘന എന്നാണ് കൊടുക്കുന്നത്. ചൂസ് പ്രൈവസി ചോദിക്കുന്നത് പബ്ലിക് ആണോ പ്രൈവറ്റ് ആണോ എന്നുള്ളതാണ്. ഞാനിവിടെ പ്രൈവറ്റ് എന്നുള്ളൊരു ഗ്രൂപ്പാണ് കൊടുക്കുന്നത്. വിസിബിലിറ്റി വിസിബിൾ ആണോ ഹിഡൻ ആണോ എന്നുള്ള ചോദിക്കുന്നുണ്ട്. വിസിബിൾ ആണെന്ന് കൊടുക്കാം. അതുപോലെ ഇൻവൈറ്റ് പീപ്പിൾ, നമുക്ക് നമ്മളുടെ ഫേസ്ബുക്കിലുള്ള ഏതെങ്കിലും ഫ്രണ്ട്സിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ ഇൻവൈറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു നരേന്ദ്രൻ കീഴിയാട്ട് എന്നുള്ളൊരു ഫ്രണ്ടിനെ ആഡ് ചെയ്യാണ്. നമുക്ക് വേണ്ട ആളുകളെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ക്രിയേറ്റ് ഗ്രൂപ്പ് എന്നുള്ളൊരു ഗ്രൂപ്പായിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾക്ക് ഈ ഗ്രൂപ്പിന്റെ കവർ പേജ് ജസ്റ്റ് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ഈ എഡിറ്റ് ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്ലോഡ് ഒരു ഫോട്ടോ കൊടുക്കാം. ഡെസ്ക്ടോപ്പ് എടുക്കാം. ഈ കാണുന്ന നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ക്യാൻവ വഴി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് ഞാൻ ഓപ്പൺ പറയുന്നത്. ഇതിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ വരുത്താം, അല്ലെങ്കിൽ ജസ്റ്റ് സേവ് പറയുക. അപ്പോൾ സേവ് ആയിട്ടുണ്ട്. ഇതാണ് ഗ്രൂപ്പ് ക്രിയേഷൻ. സിമ്പിൾ ആയിട്ടാണ് അതിന് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇതാണ് വരുന്നത്. പ്രൈവറ്റ് ആണ്, വിസിബിൾ ആണ്, ജനറൽ ആണ്, ഹിസ്റ്ററി. നമ്മളിപ്പോ 1-2 ആളുകളെ ആഡ് ചെയ്തിട്ടുള്ളൂ, വേറെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തിട്ടില്ല.
എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് വരും. പിന്നെ നമ്മൾ പുതിയ ഗ്രൂപ്പ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഡിസ്കഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൽ കാണും. അതുപോലെ നമുക്ക് ഇതിൽ വേണമെങ്കിൽ റൂം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു റൂം ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ വേണ്ടപ്പെട്ട ഫ്രണ്ട്സിനെ 4-5 പേരെ വെച്ചിട്ട് നമുക്ക് സ്പെഷ്യൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് സ്പെഷ്യലായിട്ട് ചാറ്റ് ചെയ്യുകയോ അതിലേക്ക് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുകയോ, നമുക്കൊരു കമ്പനിയിൽ 5 പേര് 6 പേരുടെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് അവർക്ക് മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം. അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്സ് എന്തെങ്കിലും കൊടുക്കാം. പിന്നെ മെമ്പേഴ്സിനെ ആഡ് ചെയ്യുന്ന ഒരു ഇതാണ് മെമ്പേഴ്സ്. നമുക്ക് മെമ്പേഴ്സിന് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആണിത്. പിന്നെ എന്തെങ്കിലും ഇവന്റ്സ് ഉണ്ടെങ്കിൽ ഇവന്റ്സ് വേണമെങ്കിൽ ഈ ഗ്രൂപ്പ് വഴി നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ എന്തെങ്കിലും മീഡിയാസ്, നമ്മളുടെ ഇടുന്ന ഫോട്ടോസ്, വീഡിയോ, ആൽബംസ് ഒക്കെ ഇതിലാണ് കാണിക്കുന്നത്. ഫയൽസ് ഉണ്ട്. നമ്മൾ ഇട്ടിട്ടുള്ള പുതിയ ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് ഫയലുകളൊന്നും ഇല്ലാത്തത്. പിന്നെ സേവ്ഡ്, നമ്മൾ എന്തെങ്കിലും ഈ ഗ്രൂപ്പിൽ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസിൽ കാണാം. പിന്നെ ലെഫ്റ്റ് സൈഡിൽ കമ്മ്യൂണിറ്റി ഹോം എന്നുള്ള സിസ്റ്റം ഉണ്ട്. അത് ബേസിക്കലി അതിന്റെ ഡീറ്റെയിൽസ് തന്നെയാണ്. ഓവർവ്യൂ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അതിൽ നമ്മൾ മെമ്പേഴ്സിന്റെ ഡീറ്റെയിൽസ്, പെൻഡിങ് എന്തെങ്കിലും പോസ്റ്റുകൾ, നമുക്ക് ഈ പ്രൈവറ്റ് ഗ്രൂപ്പ് ആയതുകൊണ്ട് നമുക്ക് അഡ്മിന് വേണമെങ്കിൽ റോള് കൊടുക്കാം. അതേമാതിരി നമുക്ക് അഡ്മിൻ ആയിട്ട് 1-2 ആളുകളെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത്തരത്തിലുള്ള കുറച്ച് സംവിധാനങ്ങൾ ഇതിലുണ്ട്. അതുപോലെ തന്നെ മോഡറേറ്റേഴ്സിനെ ആഡ് ചെയ്യാം. പിന്നെ മെമ്പേഴ്സിന് വേണമെങ്കിൽ റിക്വസ്റ്റ് കൊടുക്കാം. അതുപോലെ ബാഡ്ജ് ആയിട്ട് റിക്വസ്റ്റ് കൊടുക്കാം. മെമ്പർഷിപ്പ് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമ്മൾ പ്രൈവറ്റ് ഗ്രൂപ്പ് ആയതുകൊണ്ട് മെമ്പർഷിപ്പ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് പല ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിൽ പെൻഡിങ് എന്തെങ്കിലും പോസ്റ്റുകൾ, നമുക്ക് ആളുകൾ അയക്കുന്ന പോസ്റ്റുകൾ വേണമെങ്കിൽ പെൻഡിങ് നിർത്തിയിട്ട് നമ്മൾ നോക്കിയതിന് ശേഷം മാത്രം കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതേപോലെ പോസ്റ്റുകളൊക്കെ വേണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത പോസ്റ്റുകൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി സെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ആക്ടിവിറ്റി ലോഗ് എന്നുള്ള സിസ്റ്റം ഉണ്ട്. അതിൽ നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ്, നമ്മൾ ഇടുന്ന പോസ്റ്റുകൾ, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണുന്നതാണ്. ഗ്രൂപ്പ് റൂൾസ് എന്ന സംവിധാനമുണ്ട്. നമ്മൾ ഗ്രൂപ്പിന്റെ റൂളുകളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന സിസ്റ്റമാണ്. പിന്നെ മെമ്പേഴ്സ് റിപ്പോർട്ടഡ് കണ്ടന്റ്, മെമ്പേഴ്സ് എന്തെങ്കിലും കണ്ടന്റിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കാണ്. മോഡറേറ്റേഴ്സിന് എന്തെങ്കിലും അലർട്ട്സ് കൊടുത്തിട്ടുണ്ട്, എൻഗേജ്മെന്റ് കീവേഡ്സ് അങ്ങനത്തെ ഒക്കെ അലർട്ട് കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഇതിലുണ്ട്. പിന്നെ നമ്മൾ ഗ്രൂപ്പ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണിത്. ഇത് ഫേസ്ബുക്കിന്റെ ഒരു അഡ്വർടൈസിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിസ്റ്റമാണ്. പിന്നെ ഗ്രൂപ്പിന്റെ സെറ്റിങ്സ് ഇതിൽ വരുന്നുണ്ട്. അത് നമ്മൾ ബേസിക്കുള്ള സെറ്റിങ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് പ്രൈവസി, ഹിഡൻ ഗ്രൂപ്പ്, ലൊക്കേഷൻ ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. വെബ്സൈറ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഗ്രൂപ്പിന്റെ കളർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ബാഡ്ജ് 10 ബാഡ്ജസ് വരെ ഇതിൽ കൊടുക്കാൻ പറ്റും. ഗ്രൂപ്പ് അഫിലിയേഷൻ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. മാനേജ് മെമ്പർഷിപ്പ്, നമുക്ക് എത്തരത്തിലുള്ള ആളുകളെ വേണം, അങ്ങനത്തെ മെമ്പർഷിപ്പിന് കൊടുക്കുന്ന ആളുകളെ വേണമെങ്കിൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. പിന്നെ അപ്രൂവൽസ് വേണോ, അതേപോലെ ഏതൊക്കെ ടൈപ്പ്. പിന്നെ മാനേജ് ഡിസ്കഷൻ, നമ്മൾ ആർക്കൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്രൂവൽ ഓൾ മെമ്പേഴ്സിന്, എല്ലാ മെമ്പേഴ്സിനും ഇതിന് അപ്രൂവൽ, പോസ്റ്റുകൾ അപ്രൂവൽ കൊടുക്കണോ, അതേപോലെ സോർട്ടഡ് കമന്റ്സ് ആണോ വേണ്ടത്, സോർട്ടഡ് പോസ്റ്റ് ആണോ വേണ്ടത്, അപ്രൂവ്ഡ് എഡിറ്റ്സ് ആണോ വേണ്ടത്, ഡിഫോൾട്ട് ടാബ്സ് ആണോ വേണ്ടത്, ഡിഫോൾട്ട് പോസ്റ്റ് ആണോ വേണ്ടത്, പോസ്റ്റ് ഷോർട്ട് കട്ട്സ് ആണോ, പോസ്റ്റ് ഫോർമാറ്റ്സ് ആണോ, അനോണിമസ് പോസ്റ്റിംഗ് നമുക്ക് ഓൺ ആക്കണോ വേണ്ടയോ, അങ്ങനെ പല ടൈപ്പിൽ നമുക്ക് ഈ പോസ്റ്റിനായിട്ട് മാനേജ് പോസ്റ്റുകൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അത് അഡ്മിനും അതുപോലെ അഡ്മിൻ ഇതാക്കുന്ന മോഡറേറ്റേഴ്സിനും അങ്ങനെ നമുക്ക് റൈറ്റ് കൊടുക്കാൻ പറ്റും. അതൊക്കെയാണ് സെറ്റിങ്സ് വരുന്നത്. പിന്നെ ആഡിന്റെ ഫീച്ചേഴ്സ്, നമ്മളെ മണി റൈസ് ചെയ്യുന്ന ഫീച്ചേഴ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പ്രോഡക്റ്റ് ടാഗ് ചെയ്യുന്നത് ആഡ് ചെയ്യാം. മ്യൂസിക് ഷെയർ ചെയ്യുന്നത് ആഡ് ചെയ്യാം. അങ്ങനെ പല ടൈപ്പ് ഡീറ്റെയിൽസ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിന് ഗ്രോയിങ് ആയിട്ട് ബന്ധപ്പെട്ട് അതിന്റെ നമ്മൾ കൂടുതൽ ആളുകൾ വരുന്നതനുസരിച്ച് നമ്മുടെ ഗ്രോയിങ്ങിൽ കാണാൻ പറ്റും, നമ്മുടെ ഗ്രൂപ്പിന്റെ ഉയർച്ചയിൽ കാണാൻ പറ്റും, ഗ്രൂപ്പിന്റെ എൻഗേജ്മെന്റ് കാണാൻ പറ്റും.
പിന്നെ അഡ്മിൻസ് ആരാണോ, മോഡറേറ്റേഴ്സ് ആണോ, ആരാണോ നമ്മൾ ആഡ് ചെയ്തതനുസരിച്ച് കാണാൻ പറ്റും. പിന്നെ ഗ്രൂപ്പ് എക്സ്പെർട്സ് അതിൻ്റെ ഡീറ്റെയിൽസിൽ കാണാൻ പറ്റും. മെമ്പർഷിപ്സ്, ഇത്രയും ഡീറ്റെയിലിംഗ് ആണ് പൊതുവെ ഈ ഗ്രൂപ്പിൽ നോർമലായിട്ട് വരുന്നത്. പിന്നെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ജോയിന്റ് എന്നുള്ളതിൽ നമുക്ക് ഇതിന്റെ അൺഫോളോ ചെയ്ത് മാനേജ് നോട്ടിഫിക്കേഷൻസ്, പിന്നെ ഡിലീറ്റ് ഗ്രൂപ്പ്, നമുക്ക് വേണമെങ്കിൽ ഗ്രൂപ്പ് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. പിന്നെ ഇൻവിറ്റേഷൻ കൊടുക്കാം. ഇവിടുന്ന് നമുക്ക് ഇൻവൈറ്റ് പീപ്പിൾ, ഫ്രണ്ട്സ്, നമ്മുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻവൈറ്റ് ഇമെയിൽ വഴി നമുക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യാം. ഇത്തരത്തിലുള്ള ഓപ്ഷൻസും കൂടി ഇതിൽ വരുന്നുണ്ട്. ഇതാണ് ബേസിക്കലി ഗ്രൂപ്പിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.